മീനും കൊണ്ടുവന്നിക്ക് കാണിച്ചതാ. പിടിച്ചതാ ബാല്യത്തെന്നറി ടോർച്ചടിക്കലടാ. അതിനെ പിടിക്കേണ്ട കരടാണ്. ഞാക്കിന്നിപ്പോ പിന്നെ പുഴ പോയ ചൂണ്ട കിട്ടിയ മീനായത്. പിന്നെ കോത്തിട്ട് പിന്നെ കുളപ്പരലെന്ന് പറഞ്ഞാൽ അതാ അതിൻ്റെ തീറ്റ. മറ്റേ അല്ലെങ്കിൽ പിന്നെ കൊഞ്ചൻ കോത്തിടേണ്ടി വരും. ഇതായിപ്പോൾ അധികവും കിട്ടുന്ന മീൻ. ഇത് പിടിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ കടിയേണ്ട ആവശ്യമില്ല. വെള്ളത്തിലിട്ടാൽ കണ്ണിങ്ങനെ ഒലിച്ചു പോകണം മീൻ പരലിനെയും കൊണ്ട്. അന്നേരം പരലിങ്ങനെ പടക്കുന്ന കാണുന്ന ഇത് എത്രയും ദൂരെ നിന്ന് വന്നിട്ട് എടുത്താൽ പോകും. അന്നേരം നല്ല നടിച്ചിട്ട് ചിലത് കിട്ടും. അധികവും ഇതിൻ്റെ ചേളയെല്ലാം പറഞ്ഞിട്ടങ്ങ് ഒഴിവായി പോക്കാം. ഇത് ഇന്ന് 2 എണ്ണം കണ്ണിയെ പിടിച്ച് 2 കിട്ടി ഭാഗ്യത്തിന്. ഇതിപ്പം തന്നെ റെഡിയാക്കേണ്ട പരിപാടിയില്ല. ഒന്ന് ഇത് 1 കിലോ കിട്ടുന്നില്ലേ? ഏകദേശം 1 കിലോന്റെ മേലെ ഉണ്ട് രണ്ടും കൂടി. മീനുണ്ടല്ലോ. എന്താണ് തലയിലെടുക്കും. കത്രയും കത്രിയൊക്കെ മൂർച്ചയില്ലാന്ന് തോന്നുന്നു. മുട്ട ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ? നീ
അച്ചാച്ചൻ്റെ അവിടെ നിന്ന് കത്തി കഴിഞ്ഞിട്ട് നല്ല കത്തി കത്തി ഈ നിങ്ങൾ വെക്കുന്ന മടുക്കും മുറിച്ചു ചോര ചോര അമ്മ ചോര ചോരയല്ല നമ്മൾ തിന്നൂല്ലേ ചോര നാടൊന്നുമില്ല ചോരയൊന്നും ഞാൻ തിന്നൂല്ലേ അമ്മ അമ്മ തിന്നൂല്ലേ ചോര ഞാൻ തിന്നു ഞാൻ തിന്നില്ല ഞാൻ തിന്നു അത് മുറിച്ച് മീൻ മുറിച്ച് നല്ല മുറിച്ചല്ലോ ഞാൻ തിന്ന മുടിയായി ആ കട്ടിയാണ് കണ്ടില്ല പെണ്ണെ ഇഡ്ഡലി കറിക്കുള്ള പെണ്ണെ മംഗള മംഗള പെണ്ണെ നീ ലൈലേ ലൈലേ നിന്റെ ലൈലേ ലൈലേ നീ എന്തേതില്ലേ കണ്ടില്ല പെണ്ണെ ഇഡ്ഡലി കളിക്കുള്ള പെണ്ണെ മംഗള മംഗള പെണ്ണെ നീ ലൈലേ ലൈലേ നിന്റെ ലൈലേ ലൈലേ മുള്ളു അതിന് മുള്ളുണ്ടല്ലോ പറിക്കുന്നുണ്ടാ ഇതോക്ക് അങ്ങനെ മുറിക്കുക കൈ മുറിയ അതാ കൈ മുറിഞ്ഞില്ല ഇല്ല നന്ദിക്കുന്നുണ്ട് എന്തോ കുത്തി എന്നെ കൊണ്ട് കുത്തിയാ ഇങ്ങനെ കുത്തിക്കില്ലേ ഇങ്ങനെ മുറിക്കുമ്പോ കുത്തിക്കില്ലേ എന്നെ കൊണ്ട് ഇന്ന് കണ്ടി കുത്തുന്ന നമ്മള് മീൻ മുറിച്ച് കഴിഞ്ഞ് കൈ എടുക്കാം കഴിക്കാം ഇത് നല്ല കണ്ടീഷനാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകി റെഡിയാക്കി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കൈ എടുക്കാം